ഇപ്പോൾ രഘുനാഥ് നാരായണൻ ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രഘുവിലേക്ക് പോകാം. രഘു, ഇപ്പോൾ രണ്ടാമത്തെ പോസ്റ്റിൽ ആ വീഡിയോ സഹിതം ആ ചോദ്യം, അതിനുള്ള എം വി ഗോവിന്ദന്റെ മറുപടി, മാധ്യമങ്ങളുടെ പ്രതികരണം എല്ലാം സഹിതം ഒരു പുതിയ പോസ്റ്റ് കൂടി, അതിന് നന്ദി എന്നുള്ളതാണ് അടിക്കുറിപ്പ്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജി സുധാകരൻ ഉറച്ചാണ് താൻ നേരിട്ട അപമാനം അത് അണികളോട് പറയുകയാണ്, കേരളത്തോട്, മലയാളികളോട് പറയുകയാണ് ജി സുധാകരൻ. മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ തയ്യാറാണോ അദ്ദേഹം? ജി സുധാകരൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഔദ്യോഗികമായി മാധ്യമപ്രവർത്തകരെ അറിയിപ്പ് നൽകി കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജൂബിലി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ജി സുധാകരന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എത്തിയത്. അല്പസമയത്തിനകം അദ്ദേഹം എപ്പോൾ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്തിൽ CPM-നെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത് തന്നെയാണ് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്, 67 വർഷത്തെ പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യമുള്ള തന്നോട് ഇത്തരത്തിലാണോ പെരുമാറുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പരാതി. പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വത്തിനോട് ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പരാതിയാണ്. കഴിഞ്ഞ ദിവസവും MA ബേബി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം വിശ്രമത്തിലാണ്. പക്ഷേ മാതൃഭൂമി.comനോടാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം മാനസികമായി ഒരുപക്ഷെ അതിന് തയ്യാറെടുത്തിട്ടും ഉണ്ടാകാം. എന്തായാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് പോലും പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയോട് പരസ്യമായി തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള വീഡിയോ സഹിതമാണ് ജി സുധാകരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ CPM-ന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ പാരമ്പര്യമുണ്ട്. ഒപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ്. അത്തരത്തിലൊരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിനോടൊപ്പം തന്നെ ഇതും പല ഘട്ടത്തിലും പല തലത്തിലും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംസ്ഥാന സർക്കാരിനെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ യാതൊരുവിധമായ അല്ലെങ്കിൽ ഒരു കർശനമായ നിലപാട് CPM നേതൃത്വം ഇതുവരെ സ്വീകരിക്കാതിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ രഘു, താൻ മത്സരിക്കാൻ സന്നദ്ധനാണ്, തനിക്ക് താല്പര്യമുണ്ട്, പാർട്ടി പറയുമെന്നാണ് പ്രതീക്ഷ, അതൊക്കെ അദ്ദേഹത്തിന്റെ വാചകങ്ങളായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തന്നെ പാർട്ടി ഒരിക്കലും പരിഗണിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പരസ്യമായി തന്റെ ആഗ്രഹം, തന്റെ അഭിലാഷം രേഖപ്പെടുത്തിയിട്ട് പോലും പാർട്ടി അതിന് ഒരു വിലയും കൽപ്പിക്കില്ല എന്ന് ബോധ്യമായതിനു ശേഷം കൂടിയല്ലേ ഈ ഒരു തീരുമാനം? ഈ ജി സുധാകരനോട് പാർട്ടി നേതൃത്വം കാണിക്കുന്ന അവഗണനയൊക്കെ നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ പരിഗണിക്കാതൊന്നും ഇരുന്നിട്ടില്ല. അദ്ദേഹം 4 തവണ MLA ആയിരുന്നു. അതിൽ കൂടുതൽ തവണ മത്സരിച്ചിട്ടുണ്ട്. 2-3 തവണ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. 2 തവണ അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭയിലെ അംഗവുമായിരുന്നു. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹത്തെ പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. എന്ന് മാത്രമല്ല, അദ്ദേഹം ജില്ലാ കൗൺസിൽ മെമ്പർ ആയിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായ ഒരാളാണ്. അദ്ദേഹത്തെ ആ രീതിയിലൊന്നും പരിഗണിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴും ഈ വളരെ ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരാളെ പ്രായപരിധി മാനദണ്ഡം നടപ്പിലാക്കുമ്പോൾ പുറത്താക്കേണ്ടി വരുന്ന, നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ നമുക്കറിയാവുന്ന, നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു 2-3 ദിവസം അവധിയെടുത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദം, നമ്മളെന്തോ പുറത്തു പോയെന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് അടക്കം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു 10-60 വർഷമായി പൊതുസമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഈ പ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റു പല നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ അതിനു മുൻപ് എം വി ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും പാർട്ടി സെക്രട്ടറിയുടെ മറുപടിയും എന്തായിരുന്നുവെന്ന് ഒന്ന് കേൾക്കാം. ഒരു വരിയൊന്നുമില്ല. ഈ ചിരിയാണ് ജി സുധാകരന്റെ അതൃപ്തിക്ക് കാരണം. അതുകൊണ്ടാണ് ഇനി പറയാനുള്ള കാരണം.